ശരിക്കും ഞാനും അശ്വതിയും മോള് മാളവികയും ഞങ്ങൾ 3 പേരും ശരിക്കും അവൻ്റെ ഒരു നല്ല അച്ചീവ്മെന്റിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇവനെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാനിങ്ങനെ പടത്തിൽ കയറുന്നു, നമ്മൾ ഈ ന്യൂസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട്, കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ആഡിൽ നമ്മൾ ജയറാമേട്ടൻ്റെ മോനെ കണ്ടില്ല, എൻ്റെ പാറു എന്ത് സുന്ദരൻ. ഞാൻ പറഞ്ഞു അത്ര സുന്ദരനാണോ ഒന്ന് കാണട്ടെ, ഞാൻ കുഞ്ഞിലത്തെക്കാട്ടും എങ്ങനെയാണ്, അതിലെല്ലാം നീ കണ്ടു. ഞാൻ ഇരുന്നു ഈ ടി വിയിൽ ഈ ആഡ് കാണാൻ. അപ്പം ഞാനത് സുന്ദരനായ ഒരു സൂര്യ, ഒരു ഇച്ചിരി നല്ല സുന്ദരനായ എങ്ങനെ ഇരിക്കും, കണ്ണൊക്കെ ചുണ്ടാമ്പണ്ട, കണ്ണ് വെക്കരുത്, വീട്ടിൽ ചെന്നിട്ട് ഒഴിഞ്ഞിടാൻ പാടില്ല. എന്നാലും ഞാൻ പറയാണിത്. എന്നാലും ഞങ്ങളും എല്ലാം എക്സ്പെക്ട് ചെയ്യും. ആഡിൻ്റെ ആ ഇത് കണ്ടോണ്ട് എക്സ്പെക്ടേഷൻ കൂടുതലാണ് അവനെ പറ്റി. എന്നാലും ഫസ്റ്റ് ടൈം അല്ലേ അല്ലേ? എന്നാണ് അതിന്റെ റിലീസും ഷൂട്ടൊക്കെ തുടങ്ങിയത്? ഒരു പക്ക കഥ എന്നാണ് സിനിമയുടെ പേര്. ബാലാജി ധരണീധരൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അയാളുടെ കഴിഞ്ഞ പടം നടുവിലെ കൊഞ്ചം പക്കത്തേക്കാണ്, ഭയങ്കര ഹിറ്റായിട്ട് ഓടിയ സിനിമയാണ്. വളരെ ടൈം എടുത്ത് അയാളുടെ സെക്കൻഡ് പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അവനിത് ഈ സിനിമയിലേക്ക് വരാൻ തന്നെ കാരണം ഒരു മിമിക്രി, അവൻ ഒരു വാട്സപ്പ് വീഡിയോയിൽ അത് ഭയങ്കര ഒരു വൈറസ് ആയിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും അഭിനയിച്ചു അച്ഛന്റെ ടാലന്റ് അതേപടി കിട്ടിയേക്കാൻ തോന്നുന്നു അല്ലെ? അശ്വതി ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നതിന്? പിന്നെ ഭയങ്കര അവന് കുട്ടിക്കാലം തൊട്ടേ അത് ഭയങ്കര ഇഷ്ടമാണ്, കമ്പമാണ്. അതെ. അവൻ തന്നെ സത്യനന്ദിക്കാരനോട് പോയി ചോദിച്ചു, സത്യനങ്കിൽ ഈ വേഷം ഞാൻ ചെയ്യട്ടെ ചോദിച്ചാണ് അന്നത്തെ കാലത്ത് അത് മേടിച്ചത്. അന്നത്തെ കാലത്ത് ചെയ്തത്. എന്നാലും ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഷെഡ്യൂൾ തീർന്നു അല്ല, പടം കംപ്ലീറ്റ് ചെയ്തു. ഓണത്തിന് ഒക്ടോബറിന് റിലീസാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവന് ലാംഗ്വേജ് ഒക്കെ തമിഴ്, ജനിച്ചു വളർന്നത് അവിടെയല്ലേ? അതാണ്. അപ്പം ഡബിങ്ങും എല്ലാം അത് തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു എൻട്രി ആയിരിക്കട്ടെ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ജയറാമേട്ടൻ മലയാളത്തിലെ, എന്നാലും മലയാളത്തിൽ ഇനി ഞങ്ങൾ എപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എപ്പം മലയാളത്തിലേക്ക് വരാൻ അവനൊരു ഇതേ വേണ്ടല്ലോ, എൻട്രി വേണ്ടല്ലോ. അവന് ഇവിടുന്ന് തന്നെയല്ലേ തുടങ്ങി വെച്ചത്. ഫസ്റ്റ് ഇങ്ങനെ ഒരു മിമിക്രി ചെയ്തപ്പോൾ അവിടെ നിന്ന് ഓഫർ, ഡയറക്ടർ അപ്പം തന്നെ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവന് ആ സിനിമ, ബാലാജിയുടെ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ചെന്നൈ. അപ്പോൾ അവനൊരു MBA കൂടി എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. പാർവതി ചേച്ചിക്ക് വീണ്ടും ഫിലിമിലേക്ക് വരാം. സാധാരണ എല്ലാ ആക്ടേഴ്സും ഫിലിം ഫീൽഡിൽ തന്നെ കല്യാണം കഴിക്കുന്നത് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, ഭാര്യ ഫിലിം ഫീൽഡിൽ ഇനി രണ്ടാമത് വരുന്ന താല്പര്യമില്ല എന്ന് പറയുന്നത്. എന്നാലും ഒരു ഫ്രാങ്ക് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയും, ഇനി ഒരു ചാൻസ് പാർവതി ചേച്ചിക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ജയറാമേട്ടൻ പ്രോത്സാഹിപ്പിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒത്തിരി പേര് വരും. ഞങ്ങള് അങ്ങനെ ഒരു ഡിസിഷനേ എടുത്തിട്ടില്ല. അഭിനയിക്കരുത്, ഞാൻ അഭിനയിക്കരുത്, നീ അഭിനയിക്കരുത്, അങ്ങനത്തെ ഒരു ഞങ്ങൾക്കുള്ളിൽ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ഒന്നാമത് വീടിനകത്ത് ഞങ്ങൾ സിനിമയെ സംസാരിക്കാറില്ല. വീടിനകത്ത് പോയി കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഞാനതില്ല. അറിയാമോ പാർവതിക്ക്, ഞാനൊരു സിനിമാക്കാരനെ അല്ല, 100% സിനിമാക്കാരനല്ലാത്ത വ്യക്തിയാണ്. മറ്റേ സാധാരണ ഒരു അത് എൻ്റെ ഭയങ്കര മൈനസ് പോയിന്റാണ്. എൻ്റെ ഭയങ്കരമായിട്ടുള്ള, ഞാനൊരു നല്ല PRO വർക്ക് എനിക്കില്ല, നല്ലൊരു ബിസിനസ് മാൻ അല്ല. ഇപ്പോൾ കല മാത്രം പോരാ, കല പകുതി, ബിസിനസ് പകുതി. 50% കല മതി, ബാക്കി 50% അതെങ്ങനെ കച്ചവടമാക്കാൻ അറിയണം. നേരം വെളുത്ത് കാലത്ത് തന്നെ മറ്റേ പടം എന്തായി, അത് പൊട്ടിയോ, മറ്റേ ഞാൻ ഒരൊറ്റ ആളെ വിളിക്കാറില്ല. സിനിമയ്ക്കകത്തുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കും, ജയറാം എന്നും കാലത്ത് ഞങ്ങളെ വിളിക്കാറുണ്ട്. ഏതെങ്കിലും നിർമ്മാതാവോ ഡയറക്ടറോ, ഞങ്ങളുടെ 10-200 കോ ആർട്ടിസ്റ്റ് ഉണ്ട്, അമ്മാസോ, ഞാൻ ആരുമായിട്ടും അങ്ങനെ അതൊന്നും നല്ല ക്വാളിറ്റി അല്ല പറയുന്നത്, ഒക്കെ വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ചെന്നാലും ഭാര്യയുമായിട്ട് ചെന്ന വഴിക്ക് എന്തായി സിനിമ, പുതിയ സിനിമയുടെ വലിയ അതേ സംസാരിക്കും. എൻ്റെ മോൻ അതിനെ കുറിച്ച് ചോദിക്കാറില്ല, മോൾ അതിനെ കുറിച്ച് ചോദിക്കാറില്ല, ഞാൻ സംസാരിക്കാറില്ല. ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ലോകം. ശരി, അത് പ്രത്യേകിച്ച് എനിക്കറിയാം. കാരണം പപ്പയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് നമ്മൾ വീണ്ടും അവർ ആ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാറില്ല. പക്ഷെ ആസ് എൻ ആക്ട്രസ് ആയിരുന്നുള്ള രീതിക്ക് ഞാൻ അതൊരു ചോദ്യം മുന്നിൽ വെച്ചു. നീ അഭിനയിക്കരുത്, ഞാൻ അങ്ങനത്തെ ഒരു ഇതേ വെച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുവരെ അഭിനയിക്കാം. അപ്പം അതിനേക്കാൾ ഉപരി ഡാൻസിൽ ഒരുപാട് അതിന് തന്നെ സമയം തികയുന്നില്ല. തീർച്ചയായിട്ടും എപ്പോഴും 4-5 മണിക്കൂർ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും അത് ചെയ്യുന്നതിൻ്റെ, പക്ഷെ അത് സ്റ്റേജിൽ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കണ്ടെത്തുന്നത് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അപ്പം പിന്നെ സത്യം പറഞ്ഞാൽ 2 മക്കൾക്കും അച്ഛൻ അടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അമ്മ മസ്റ്റാണ് കൂടെ. 2 പേർക്കും. അപ്പൊ മോൻ ഇത്രയും വലുതായി, അവൻ ഷൂട്ടിങ്ങിന് പോകേണ്ട ഇതായി എങ്കിൽ പോലും അമ്മ 11 മണിക്ക് എന്നെ വിളിക്കണം, അമ്മ 12 മണിക്ക് ഫുഡ് കൊടുത്തയക്കണം, 1 മണിക്ക് അമ്മ എന്നെ വിളിച്ചാൽ അത് അവിടെ കൊണ്ട് തന്നെ. അതെല്ലാ ആൺകുട്ടികൾക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. ഇപ്പം ചേരാൻ അമ്മ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിളി കുറഞ്ഞായിരിക്കും. അല്ല, നമ്മളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, അങ്ങനെ
ഒരു ബാഗും തൂക്കി ഒരു 4-5 ദിവസം പോയി ഞാൻ 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് പോകുമായിരുന്നു. ശരിയാ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കാളിദാസ് അങ്ങനെ ഒരു ബാഗ് തൂക്കി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛന് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? ശരിയാ. നിങ്ങളുടെ അന്നത്തെ അച്ഛൻ ആ ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളത്, പോയാലും അവന് അല്ലേ എങ്ങനെയെങ്കിലും. പക്ഷെ അത് നമ്മൾ സൊസൈറ്റിയെ പേടിക്കണം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ. എന്നാലും ഞാൻ പിന്നെന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ ഒരു അമ്മയുടെ പ്രസൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ വളർത്താൻ മുത്തശ്ശിയുണ്ട്, അമ്മ നോയിക്കോളും, കൊച്ചമ്മ നോയിക്കോളും, പേരമ്മ നോയിക്കോളും എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയുടെ പ്രസൻസ് ആ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അത് 2 മക്കൾക്കും ഭയങ്കരമായിട്ട് കിട്ടിയെന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് ഞാൻ എനിക്ക് പറയുന്നത്. തോന്നുന്നു ഒരുവിധം എല്ലാ കല്യാണം കഴിച്ച എല്ലാ കപ്പിൾസും ഒരു പ്രത്യേകിച്ചും ഫിലിം ഫീൽഡിൽ വന്നിട്ടുള്ള പലരും ഇത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കിയല്ലേ കുറച്ചും കൂടെ ഫാമിലി ലൈഫിനും റിലേഷൻഷിപ്പിനും ജോലിയുള്ളവർക്ക് ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലിയുള്ളതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ ഇതാണ്, ജോലിക്ക് പോകുന്നു, കുട്ടികൾ വല്ലതും നോക്കേണ്ടി വരും, അവരുടെ കുടുംബ സാഹചര്യമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയും പോപ്പുലാരിറ്റി ഇതിൽ നിന്നിട്ട് അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ കുടുംബജീവിതം മാത്രം മുന്നോട്ട് അതിനൊരു മനസ്സ് വേണം, അത് ആർക്കായാലും, അല്ലേ?